പ്രൈസ് ദി ലോർഡ്. നമ്മെ ഒരിക്കലും മറക്കാത്ത കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 22-ാം വാക്യം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നമ്മെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദുഃഖിതരാണെങ്കിൽ യേശുവിനെ കാണുമ്പോൾ നമ്മുടെ ദുഃഖമെല്ലാം സന്തോഷമായി മാറും. യേശു പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീടൊരിക്കലും അവൾ ഓർക്കുന്നില്ല. ഇതുപോലെ യേശു പറയുന്നു, നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ ദുഃഖിതരായിരിക്കുമ്പോൾ നാം വിചാരിക്കുന്നുണ്ടാകാം യേശു നമ്മെ മറന്നുപോയി എന്ന്. അല്ല, നമ്മെ ഒരിക്കലും മറക്കാത്ത കർത്താവ് നമ്മെ എപ്പോഴും ഓർക്കുന്നു. നമുക്ക് വേദനകൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ നമ്മൾ വിളിക്കണം. നമ്മൾ കടന്നു വന്ന വഴികളിൽ നമ്മെ കരുതിയ, നമ്മെ നടത്തിയ കർത്താവിനെ ഓർത്തുകൊണ്ട് നമ്മൾ അവിടുത്തെ ആരാധിക്കണം. അവിടുന്ന് പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ശൂന്യമായ കല്ലറയിൽ മറിയം യേശുവിനെ അന്വേഷിച്ചതുപോലെ ഇന്ന് പലരും കരുതുന്നുണ്ടാകാം, എന്റെ ദുഃഖത്തിന്റെ കല്ലറകളെ പൊട്ടിച്ച് സന്തോഷം നൽകുവാൻ യേശു വരുമോ? യേശുവിനെ അടക്കം ചെയ്യപ്പെട്ട കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്ന മറിയത്തോട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? സ്നേഹമുള്ളവരെ, നമ്മൾ ദുഃഖിതരായി കാണപ്പെടുമ്പോൾ യേശു ഇതേ ചോദ്യം നമ്മോടും ആവർത്തിക്കും, നീ എന്തിനാണ് കരയുന്നത്? ഒരു ആശ്വാസം ലഭിക്കുവാൻ നമ്മൾ അന്വേഷിച്ചിറങ്ങുമ്പോൾ, ഇത്തിരി സ്നേഹത്തിനായി ലോകത്തിലേക്ക് അന്വേഷിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഓർക്കണം, നമുക്ക് ആശ്വാസം തരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. ഒത്തിരി സ്നേഹം തന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിനും സമാധാനം നൽകുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട, ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. സ്നേഹമുള്ളവരെ, യേശു നമ്മുടെ ഭവനത്തിലേക്ക് വരുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാൻ കാത്തിരിക്കുന്നു. ഏക മനസ്സോടെ നമ്മുടെ കുടുംബങ്ങളും കൂട്ടായ്മകളും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടേക്ക് കടന്നു വരുന്നു. ദൈവം അത് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇന്ന് നമുക്ക് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നവരായി മാറാമെങ്കിൽ നമ്മുടെ ദുഃഖം സന്തോഷമായി മാറും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യപ്രകാരം യേശു പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഇന്ന് നമ്മുടെ കരം പിടിച്ച് നമ്മെ നടത്തുന്ന, നമ്മെ സഹായിക്കുന്ന കർത്താവായ യേശു നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് ഏറ്റവും ഉന്നതനായ ദൈവമാണ്. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. കർത്താവായ യേശു ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കാതെ അവിടുത്തെ കരങ്ങളിൽ നമ്മെ പിടിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ആ കർത്താവിനെ ഓർത്ത് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. എന്നെ പുലർത്തി എന്നു കരുതി എന്നെ കാത്തിടും താതനേ, കരം പിടിച്ച് കൂടെയിരുന്ന് വഴി നടത്തിടും നാഥനേ. എന്നെ പുലർത്തി
മാത്രം യോഗ്യൻ. യേശു മാത്രം യോഗ്യനാണ്. ഓ കർത്താവേ, അങ്ങ് മാത്രം യോഗ്യനാണ്. യേശു മാത്രം യോഗ്യനായ, ഓ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് യേശു മാത്രം. യേശു മാത്രം ഉന്നതനായ ദൈവം. യേശു മാത്രം ഉന്നതനായ ദൈവം. ജീസസ്. ഹല്ലേലൂയ. കഴിഞ്ഞുപോയ നാളുകളിൽ എൻ്റെ പാപമംഗലമായ ജീവിതത്തെ കർത്താവേ, ഞാനിതാ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. അങ്ങ് തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഞാൻ എന്തായിരിക്കുന്നുവോ അത് അങ്ങയുടെ ദാനമാണ്. കർത്താവായ യേശുവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ജീസസ്. വന്ന വഴികൾ ഞാൻ ഓർത്തിടുമ്പോൾ, കഴിഞ്ഞ നാളുകൾ നനച്ചിടുമ്പോൾ, വന്ന വഴികൾ ഞാൻ ഓർത്തിടുമ്പോൾ, പുകഴുവാനൊന്നുമില്ലേ, ഞാനായൊന്നുമില്ലേ. യേശുവേ, അളവില്ലാത്ത അങ്ങയുടെ ദാനത്തെ ഓർത്ത് നന്ദി. താങ്ക് യു ജീസസ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, അങ്ങ് മാത്രം യോഗ്യനായ കർത്താവ്. യേശുവേ, അങ്ങ് മാത്രം യോഗ്യനാണ്. ഹല്ലേലൂയ. യേശു മാത്രം ആരാധനായ ദൈവം. യേശുവേ, ഉന്നതനായ ദൈവമാണ്. യേശു മാത്രമേ അങ്ങ് ആരാധനയ്ക്ക് യോഗ്യൻ. കർത്താവേ, അങ്ങ് മാത്രം ഉന്നതനായ ദൈവം. ഓ കർത്താവായ യേശുവേ, എൻ്റെ ഇല്ലായ്മയിലും എൻ്റെ തകർച്ചയിലും എന്നെ സഹായിക്കുന്ന അവിടുത്തെ ഞാൻ എൻ്റെ ഉയർച്ചയിലും ഒരിക്കലും മറക്കുകയില്ല. കർത്താവായ യേശുവേ, സ്നേഹത്തോടെ ഞാൻ അങ്ങയുടെ തിരുഹൃദയത്തിൽ ചായുന്നു. എന്നെ സ്നേഹത്തോടെ പുണരണമേ. യേശുവേ, എൻ്റെ കുറവുകളെ അവിടുന്ന് നിറവുള്ളതാക്കി മാറ്റണമേ. എന്നെ അനുഗ്രഹിക്കണമേ. ഉയർച്ചയിലും ഞാൻ മറക്കുകയില്ല. ഹല്ലേലൂയ. ഉയർച്ചയിലും ഞാൻ മറക്കുകയില്ല. മറന്നിടാനാവതില്ലേ ജീസസ്. മാർവതിൽ ഞാൻ ചാരുന്നേ. യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി. യേശു മാത്രം മതി എനിക്ക്. യേശുവേ, അങ്ങ് മാത്രം മതി. മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, യോഗ്യനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, അങ്ങ് ഉന്നതനായ ദൈവം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. ദൈവം ഇന്ന് നിങ്ങളുടെ ഏതവസ്ഥയിലും നിങ്ങളെ സഹായിക്കുവാൻ കടന്നു വരട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.